ഇതുവരെയുള്ള എൻ്റെ UAE ലൈഫ് ജേർണി എന്തുകൊണ്ട് കണ്ടന്റ് ആക്കുന്നില്ല എന്ന് പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു എന്തുകൊണ്ടാക്കുന്നില്ല എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ അടുത്തത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി 2 പെൺമക്കൾ മാത്രമുള്ള എല്ലാ ഫാദേഴ്സും ഫേസ് ചെയ്യുന്ന പല ചോദ്യങ്ങളും എൻ്റെ വാപ്പി ഫേസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് 2 പെൺമക്കളാണല്ലേ, ഒരാണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരു സഹായമായേനെ. പല രൂപേണയും ഭാവേനയും ഉള്ള ഈ ചോദ്യത്തിന് എൻ്റെ വാപ്പയുടെ ഉത്തരം ഒന്നായിരുന്നു: പെൺമക്കൾക്ക് എന്താ കുഴപ്പം, അവർ സഹായിക്കും എന്നെ, എൻ്റെ മക്കൾ നോക്കും എൻ്റെ കുടുംബം. ആ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും നല്ലൊരു ജോലി മേടിക്കണം, ഫാമിലി ലീഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾക്കിടയിലാണ് ദുബായ് എന്ന തോട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാനല്ലാതെ വേറെ ആര് എന്ന ഡയലോഗുമായിട്ട് എൻ്റെ ഇത്തത്താണ് അന്ന് ടിക്കറ്റിന് വിസയ്ക്കുള്ള കാശ് തന്നത്, അതും അവൾ ആഗ്രഹിച്ച് വാങ്ങിച്ച കൊലുസ് വെച്ചിട്ട്. തോറ്റു കൊടുക്കാൻ എനിക്ക് തീരെ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ നല്ലപോലെ പ്രിപ്പറേഷൻസ് തുടങ്ങി. കമ്പനികൾ സെർച്ച് ചെയ്തും ലിങ്ക്ഡിനിൽ കളക്ഷൻസ് ഉണ്ടായിട്ടും കൃത്യമായിട്ടൊരു പ്ലാനിങ് ആയിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഐ ക്യാൻ ഗെയിൻ സംതിങ് എന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്നെ കാത്തിരുന്നത് അതൊന്നും അല്ലായിരുന്നു, ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ്. അപ്പോൾ UAE എൻ്റെ കരിയർ ബിൽഡിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.